ആ, എല്ലാവർക്കും സുഖല്ലേ? അതെ ടീച്ചർ. ടീച്ചർ, എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ചോദിക്കട്ടെ? സംശയമോ? ചോദിക്കൂ. ആര് പ്രാർത്ഥിച്ചാലാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്? ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പാപികളെ പോലും സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈശോയെ അറിയില്ല എന്ന് തള്ളി പറഞ്ഞ പത്രോസിനെ സഭാതലവനായി നിയമിച്ച ദൈവമാണ് നമ്മുടേത്. മിസ്റ്റർ പത്രോസിന്റെ കഥ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതെ, ഞങ്ങൾക്ക് ആ കഥ കേൾക്കണം. വരൂ കുഞ്ഞുങ്ങളെ, നമുക്ക് അവിടെ ഇരുന്ന് കഥ കേൾക്കാം. മിസ്റ്റർ പത്രോസിന്റെ ആദ്യത്തെ പേര് ഷിമയോൻ എന്നായിരുന്നു. ബെത്സയിദയിലെ യോനയുടെ മകനായിരുന്നു അദ്ദേഹം. സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. മീൻപിടുത്തമായിരുന്നു ഇവരുടെ തൊഴിൽ. ആദ്യമായി യേശുവിനെ കണ്ട ദിവസം യേശു പത്രോസിന് കേപ്പ എന്ന പേര് നൽകി. കേപ്പ എന്നാൽ എന്ത്? കേപ്പ എന്നാൽ പാറ എന്നാണ് അർത്ഥം. പത്രോസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതെ. ഒരു ദിവസം പത്രോസിന്റെ വള്ളത്തിലിരുന്ന് ഈശോ ചോദിച്ചു, രാത്രി മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ലേ? വള്ളത്തിൽ ഒന്നും കാണുന്നില്ലല്ലോ. അതേ ഗുരു, കാലാവസ്ഥ വളരെ മോശമാണ്. നിങ്ങൾ ഒന്നുകൂടി ആഴം കൂടിയ ഭാഗത്തേക്ക് വലയിട്ട് നോക്കൂ. ഞങ്ങൾ ഒരിക്കൽ ശ്രമിച്ചതാ. അങ്ങ് പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. യേശുവിന്റെ വാക്ക് കേട്ട് അവർ വീണ്ടും വല വീശി. വലിച്ചു കയറ്റാൻ കഴിയാത്ത വിധം മീനുകൾ അതിലുണ്ടായിരുന്നു. അത്ഭുതം തന്നെ. അന്ത്രയോസ്, ഇങ്ങോട്ട് വരൂ, ഇത് കാണൂ. വലയിലകപ്പെട്ട മീനുകളുടെ ആധിക്യം കണ്ട് പത്രോസും അന്ത്രയോസും വിശ്വസിക്കാനാവാത്ത വിധം ഞെട്ടലോടെ നിന്നു. തുടർന്ന് കരക്കെത്തിയപ്പോൾ പത്രോസ് മുട്ടുകുത്തി, നാഥ, അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോയാലും അങ്ങയോട് കൂടെ ഇരിക്കാൻ ഞാൻ യോഗ്യനല്ല. പത്രോസേ, നീ ഭയപ്പെടേണ്ട. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. അന്നു മുതൽ അവർ ഈശോയെ അനുഗമിച്ചു. അങ്ങനെ ഒരു യാത്ര കാണുന്നു. എഴുന്നേൽക്കൂ. യേശു തന്റെ കരം നീട്ടി മുടന്തനെ എഴുന്നേൽപ്പിക്കുന്നു. യേശു രോഗികളെ സുഖപ്പെടുത്തുന്നത് കണ്ട് പത്രോസ് അത്ഭുതപ്പെട്ടു. ഇപ്പോൾ ശരിക്കും പത്രോസ് വിശ്വാസം സ്വീകരിച്ചോ? ഈശോയുടെ കൂടെ ആയിരുന്നെങ്കിലും പത്രോസിന്റെ വിശ്വാസം അത്ര ഉറപ്പുള്ളതായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈശോ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ അക്കരയ്ക്ക് പോകൂ. അങ്ങനെ പത്രോസും അന്ത്രയോസും വള്ളത്തിൽ കയറി അക്കരയ്ക്ക് യാത്ര തിരിച്ചു. എന്നാൽ ശക്തമായ കൊടുങ്കാറ്റിൽ വള്ളം ആടിയുലഞ്ഞു. അയ്യോ, കൊടുങ്കാറ്റടിക്കുന്നു. ആരെങ്കിലും സഹായിക്കണേ, വള്ളം മുങ്ങുന്നേ. പെട്ടെന്ന് കുറച്ചകലെ കടലിൽ ആരോ നിൽക്കുന്നതായി അവർക്ക് തോന്നി. അയ്യോ, അതൊരു ഭൂതമാണ്. അതെ, അതൊരു ഭൂതമാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. അത് നമ്മുടെ ഗുരുവിന്റെ ശബ്ദമല്ലേ? അതോ, അത് നമ്മുടെ ഗുരുവല്ല. ഗുരു, ഇത് അങ്ങാണെങ്കിൽ വെള്ളത്തിന് മീതെ അങ്ങോട്ട് വരാൻ എന്നോട് കൽപ്പിച്ചാലും. പത്രോസേ, അടുത്തേക്ക് വരൂ. ഗുരുവിന്റെ ശബ്ദം കേട്ടതും പത്രോസ് ഇറങ്ങി വെള്ളത്തിന് മീതെ നടന്നു നീങ്ങുന്നു. ഒരാൾ വെള്ളത്തിന് മീതെ നടന്നുപോയെന്ന്. അത്ഭുതം തന്നെ. അതെ, അതൊരു അത്ഭുതം തന്നെയായിരുന്നു. പത്രോസ് കടലിന് മീതെ നടന്ന് യേശുവിനടുത്തെത്താറായി. പെട്ടെന്ന് പത്രോസ് മുങ്ങി താഴാൻ തുടങ്ങി. അയ്യോ ഗുരു, എന്നെ രക്ഷിക്കണേ, ഞാൻ മുങ്ങിത്താഴുന്നേ. യേശു അവിടെ വന്ന് പത്രോസിനെ കൈപിടിച്ചുയർത്തി. അല്പവിശ്വാസി, നീ സംശയിച്ചതെന്നി? ദൈവം തന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചതാണെന്ന് പത്രോസ് മനസ്സിലാക്കി. പിന്നൊരിക്കൽ യേശു താൻ ആരാണെന്ന് മനസ്സിലായോ എന്നറിയാനായി ശിഷ്യന്മാരോടായി ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാനാണ്. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. എന്ത് വലിയ ഭാഗ്യമാണ് പത്രോസിന് ലഭിച്ചത്. ഇനി എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതെ. യേശു തന്റെ ശിഷ്യരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ പ്രധാന പുരോഹിതന്മാരിൽ നിന്ന് വളരെയേറെ സഹിക്കേണ്ടി വരും. അവരെന്നെ വധിക്കും. എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് കേട്ട് പത്രോസും മറ്റുള്ളവരും മുട്ടുകുത്തുന്നു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം
യഹൂദന്മാരുടെ തിരുനാളായ പെസഹ കാലം വന്നെത്തി. തന്റെ ശിഷ്യന്മാരുമായി അത്താഴം കഴിക്കുന്നതിന് മുൻപ് ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകി തുടങ്ങി. എന്ത്? ഈശോ പാദം കഴുകുകയോ? അതെ, യേശുവിന്റെ ഓരോ പ്രവൃത്തിക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അങ്ങ് എന്റെ പാദം കഴുകുകയോ? ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലാകില്ല, എന്നാൽ പിന്നീട് മനസ്സിലാകും. അങ്ങ് എന്റെ പാദങ്ങൾ കഴുകാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല. എന്നാൽ അങ്ങ് എന്റെ പാദങ്ങൾ മാത്രമല്ല, ശരീരം മുഴുവൻ കഴുകിക്കോളൂ. കുളി കഴിഞ്ഞവന്റെ ശരീരം ശുദ്ധമായിരിക്കും, അവന്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി. അങ്ങനെ പെസഹ വിരുന്നിന് ശേഷം യേശു ശിഷ്യരെയും കൂട്ടി ഒലിവ് മലയിലേക്ക് പോയി. നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിക്കും. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ആരങ്ങയെ ഉപേക്ഷിച്ചാലും ഞാൻ അങ്ങയെ തള്ളിപ്പറയില്ല. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രിയിൽ കോഴി 2 പ്രാവശ്യം പോകുന്നതിന് മുന്നേ നീ എന്നെ 3 പ്രാവശ്യം നിഷേധിക്കും. ഇല്ല ഗുരു, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. ശരി, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഇത് പറഞ്ഞ് യേശു പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കണ്ടത്. ഇതിങ്ങനെ 3 പ്രാവശ്യം സംഭവിച്ചു. പെട്ടെന്ന് അവിടേക്ക് യൂദാസ് കടന്നു വരുന്നു. അതാ ആ നിൽക്കുന്നതാണ് യേശു, അവനെ പിടിച്ച് ബന്ധിക്കൂ. പത്രോസ് അവരെ പിന്തുടർന്നിരുന്നു. അപ്പോൾ പത്രോസിനെ കണ്ട ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോ? നിങ്ങളെ നസ്രായനായ യേശുവിന്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇത് കേട്ട് പരിഭ്രാന്തനായ പത്രോസ് അവിടെ നിന്ന് മാറുന്നു. നീ നോക്കൂ, ഇയാളും അവനിലൊരാളാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്ക് അവനെ അറിയില്ല. തീർച്ചയായും നിങ്ങൾ യേശുവിന്റെ ശിഷ്യനാണ്. ഈ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ 3 പ്രാവശ്യം നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. പത്രോസ് അതോർത്ത് മുട്ടുകുത്തി ഉള്ളുരുകി കരയുന്നു. അങ്ങനെ ഈശോ വധിക്കപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്തപ്പോൾ ഭയന്ന് വിറച്ച ശിഷ്യന്മാർ വീടിനുള്ളിൽ അടച്ചിരുന്നു. അവർക്ക് മുന്നിൽ യേശു പ്രത്യക്ഷനാവുന്നു. നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇത്രയും പറഞ്ഞ് യേശു സ്വർഗാരോഹണം ചെയ്തു. ഈ സമയം പത്രോസ് അവിടെ ഉണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസും ശിഷ്യരും ഒരുമിച്ചുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച് പത്രോസിന്റെ നേതൃത്വത്തിൽ യൂദാസിന് പകരം ഒരാളെ തിരഞ്ഞെടുത്തു. ഇനി നമുക്ക് പത്രോസ് ചെയ്തൊരു അത്ഭുതത്തെ പറ്റി കേട്ടാലോ? ഒരിക്കൽ പത്രോസും അന്ത്രയോസും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ ഒരു തളർവാദ രോഗിയെ കാണുന്നു. കർത്താവേ, അങ്ങേക്ക് സ്തുതി. സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കൈവശമില്ല, നിങ്ങൾക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ദൈവമേ, അങ്ങേക്ക് സ്തുതി. ആ തളർവാദ രോഗിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ കൂടിയിരുന്ന ജനത്തോടായി പത്രോസ് ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ, എന്റെ കഴിവുകൊണ്ടല്ല, നമ്മുടെ രക്ഷകനായ യേശുവിന്റെ നാമത്തിലാണ് ഇവൻ സുഖം പ്രാപിച്ചത്. അവിടെ നടന്ന സൗഖ്യത്തെ പറ്റി പത്രോസ് പറയുന്നത് പടയാളികൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവനെ ബന്ധിക്കൂ. എന്തിനാണ് എന്നെ ബന്ധിക്കുന്നത്? ഇപ്പോൾ ആരാണ് നിന്നെ രക്ഷിക്കുന്നതെന്ന് കാണാം. നിങ്ങൾ ആരുടെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? നസ്രായനായ യേശുവിന്റെ നാമത്തിലും ശക്തിയിലുമാണ് സൗഖ്യം നടന്നത്. ഹോ, എന്തൊരു ധൈര്യം! പാത പോലെ ഉറച്ച വിശ്വാസം. പത്രോസിന്റെ അടിപതറാത്ത വിശ്വാസം കണ്ട് അവർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഇപ്പോൾ വിട്ടയക്കുന്നു. ഇനിമേലിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനോ പഠിപ്പിക്കാനോ പാടില്ല. ദൈവത്തിനുപരി മനുഷ്യരായ നിങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്നോ? ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ആ ദിവസം രാത്രി ഒരു മാലാഹ പത്രോസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു.
നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകുവിൻ. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ നിന്ന് മോചിതനായി. എന്നാൽ അടുത്ത ദിവസം പത്രോസിനെ ജയിലിൽ കാണാതെ അന്വേഷിച്ചെത്തിയ യഹൂദ നേതാക്കൾ ദേവാലയത്തിലിരുന്ന് പ്രസംഗിക്കുന്ന പത്രോസിനെയാണ് കണ്ടത്. അപ്പോഴേക്കും പത്രോസിന്റെ വിശ്വാസം പാറ പോലെ ഉറപ്പുള്ളതായി മാറിയിരുന്നു. അതിനുശേഷം പത്രോസ് പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ആ പ്രദേശത്ത് തന്നെ രോഗം ബാധിച്ച് മരണപ്പെട്ട തബീത്ത എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. സഹോദരി, ദൈവനാമത്തിൽ എഴുന്നേൽക്കുക. അത്ഭുതം തന്നെ. തബീത്ത, നീ ജീവിച്ചിരിക്കുന്നു. എനിക്കെന്താ പറ്റിയത്? അതെ തബീത്ത, നീ മരിച്ചവളായിരുന്നു. ഇദ്ദേഹം നിന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇതെല്ലാം ദൈവനാമത്തിലാണ് നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ കേസറി എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന റോമൻ സൈന്യത്തിലെ ഒരു ശതാധിപനായ കൊർണേലിയസിന് മുന്നിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: കേപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന പേരായ ആളെ വിളിച്ചു വരുത്തുക. അങ്ങനെ പത്രോസിന് മുന്നിൽ ഒരു ദർശനമുണ്ടായി. പത്രോസേ, എഴുന്നേൽക്കൂ, ഇവയിൽ നിന്നൊന്ന് ഭക്ഷിക്കൂ. ഒരിക്കലുമില്ല. മലിനമോ അശുദ്ധമോ ആയത് ഞാൻ ഒരിക്കലും ഭക്ഷിക്കില്ല. പത്രോസിന് ഈ ദർശനം 3 തവണ ഉണ്ടായി. ആ ദർശനം ഇങ്ങനെയായിരുന്നു: വിജാതിയരെ ദൈവത്തെ അറിയിക്കുകയും അവരോട് പ്രസംഗിക്കുകയും അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു. എനിക്കൊരു സംശയം, ആരാണ് വിജാതിയർ? മിടുക്കി, നല്ല ചോദ്യം. അന്നത്തെ കാലത്ത് യഹൂദരല്ലാത്തവരെയാണ് വിജാതിയർ എന്ന് വിളിച്ചിരുന്നത്. അതിനിടയിൽ ഹെറോദസ് രാജാവ് സഭയിൽപ്പെട്ടവരെ പീഡിപ്പിക്കാൻ ആരംഭിച്ചു. അങ്ങനെ പത്രോസിനെ വീണ്ടും ജയിലിൽ അടച്ചു. അവിടെ വെച്ച് വീണ്ടും മാലാഖ പത്രോസിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. വേഗം എഴുന്നേൽക്കൂ, പാദരക്ഷകൾ അണിഞ്ഞ് എന്റെ പിന്നാലെ വരും. ജയിൽ മോചിതനായ പത്രോസ് വീണ്ടും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ റോമിൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത് പത്രോസ് വീണ്ടും ജയിൽ അടയ്ക്കപ്പെട്ടു. പത്രോസിനെ വധിക്കാൻ തീരുമാനിക്കുന്നു. എന്റെ അവസാന ആഗ്രഹം സാധിച്ചു തരൂ. എന്താണത്? ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച പോലെ മരിക്കാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. ദയവായി എന്നെ തലകീഴായി കുരിശിൽ തറച്ചാൽ. എന്നാൽ അവനെ തലകീഴായി കുരിശിൽ തറയ്ക്കൂ. അങ്ങനെ ആത്മാവ് തന്റെ പിതാവിന്റെ അടുക്കലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ ശവകുടീരം എവിടെയാണ്? വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ. വെറുമൊരു മത്സ്യത്തൊഴിലാളിയായിരുന്ന പത്രോസിനെ ദൈവം തന്റെ സഭയുടെ പ്രഥമ പിതാവാക്കി. നിലച്ചിരിക്കാത്ത നേരത്ത് തന്റെ ഉപജീവനത്തെ നഷ്ടപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് നടന്ന പത്രോസിന് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. ആ ശിഷ്യൻ ക്രിസ്തുവിൽ തന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. അദ്ദേഹത്തിന്റെ 267ാമത്തെ പിൻഗാമിയായി ഇന്ന് ലിയോ 14 പാപ്പയും. പത്രോസ് വിശ്വസിച്ച കാര്യങ്ങൾ, ജീവിതം, കഷ്ടപ്പാടുകൾ, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ എന്നിവ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവത്തിലേക്കുള്ള നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ? ചിന്തിക്കാം, പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി ദാഹിക്കാം. പാറ പോലെ ഉറച്ച വിശ്വാസം നമുക്കും നേടാം. വിശുദ്ധ പത്രോസിന്റെ ജീവിതം നമുക്കും ഒരു മാതൃകയായി തീരട്ടെ.